അപ്പോൾ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ. അത് കണക്ഷനും CCTVയുടെ കണക്ഷനും അതൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് കഴിഞ്ഞതിലുള്ള. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് കാണുന്നവർ മുന്നിലുള്ള ക്ലാസ്സും കൂടെ കണ്ടാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മുന്നിലുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളിന്ന് DVRൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് കാണിച്ചു തരാം. എൻ്റെ ഇവിടെ 2 ടൈപ്പ് പിന്നും വെച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ പവർ സപ്ലൈ എല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ക്യാമറ വെച്ചിരിക്കുന്നത് ഈ വിൻഡോയിൽ നിന്ന് പുറത്തോട്ടാണ് ഒരു ക്യാമറ വെച്ചിരിക്കുന്നത്. ഓക്കെ, മറ്റൊരു ക്യാമറ വെച്ചിരിക്കുന്നത് അവിടുന്ന് ആ വിൻഡോയിൽ ആ സെൻറ്ററിലിരിക്കുന്ന ക്യാമറ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റേ 2 ഡമ്മി ആയിട്ടിരിക്കുകയാണ്. അതിന് കണക്ഷൻ കൊടുത്തിട്ടില്ല. അതിനകത്ത് ഒരു കേബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോഴതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ഇവിടെ ഓൾറെഡി 2 ക്യാമറ വർക്കിംഗ് ആണ്. അത് 2 അടുത്തായിട്ട് പുറത്തോട്ട് വെച്ചിരിക്കുന്നത്. ചുമ്മാ ഇത് സെറ്റിങ്ങിന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുക, അതല്ല ഫിക്സ് ചെയ്തിരിക്കുന്നതൊന്നുമല്ല. അപ്പോഴിനി അതിൻ്റെ സെറ്റിംഗ് എങ്ങനെ നിങ്ങൾക്ക് ആദ്യം തൊട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് HD TV ആണ്, ഫുൾ HD അല്ല. 1280x1024 എന്നുള്ള റെസൊല്യൂഷനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതൊക്കെ റെസൊല്യൂഷൻ്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കഴിയണം. നമുക്ക് ഇതിൻ്റെ സെറ്റിങ്ങിൽ വരുമ്പം അത് റെസൊല്യൂഷനെ പറ്റി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫസ്റ്റ് തന്നെ ഇങ്ങനെയായിരിക്കും ഈ ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഐബോളിൻ്റെ ആണെങ്കിലും എല്ലാത്തിനായാലും ഇങ്ങനൊരു ഡിസ്പ്ലേ വരും. നമ്മൾ ഫസ്റ്റ് തന്നെ ഇത് ആദ്യം സെറ്റ് ചെയ്യുമ്പം ഡോണ്ട് ഡിസ്പ്ലേ ദിസ് വിസാർഡ് അഗൈൻ എന്നുള്ളത് അത് മാർക്ക് ചെയ്ത് വിടണം. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. മാർക്ക് ചെയ്ത് വിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഇത് പവർ പോയിട്ട് ഓഫ് ചെയ്തിട്ടൊക്കെ വരുന്ന സമയത്ത് ഇത് വീണ്ടും ഇത് ഡിസ്പ്ലേ വന്ന് ഇങ്ങനെ ഫ്രണ്ടിൽ കിടക്കും. നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടാൽ അത് വരത്തില്ല. ഇത് ലൈറ്റിൻ്റെ വെളിച്ചം കുറഞ്ഞപ്പം കുറച്ചും കൂടെ വ്യക്തമായി കാണാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മളത് ആ മൗസിൽ നെക്സ്റ്റ് അടിച്ച് വിട്ടു. ഇത് പാസ്വേഡ് ഇത് ചെയ്തിരിക്കുന്നു. അപ്പോഴും നമ്മളിതിപ്പം ഡിഫോൾട്ട് പാസ്വേഡ് ഉള്ള ഇപ്പം നമ്മൾ പാസ്വേഡ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ എല്ലാ സെറ്റിനകത്തും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പാസ്വേഡ് കൊടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൊടുക്കാൻ പോണത് ഫസ്റ്റ് തന്നെ സെറ്റിങ്ങിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡേറ്റ് കണ്ടോ, സിസ്റ്റം ടൈം ഇപ്പോൾ ഇതിൽ 2021 നടക്കണേ. ഈ സിസ്റ്റം ടൈം സെറ്റ് ചെയ്ത് കൊടുക്കണം. 2021 7/19 2021 7-ാം മാസം 19 ഡേറ്റ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ കറക്റ്റാണ്. ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഇതിന് സിസ്റ്റം ടൈം ചിലപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ വരത്തില്ല, എല്ലാ മോഡലും. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ടൈം തെറ്റിപ്പോകും. നമ്മളൊരു ഫുട്ടേജ് എടുത്തിട്ട് വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേന് ആ ടൈം കറക്റ്റായിട്ട് വരത്തില്ല. അത് വരണം. അതുകൊണ്ട് ഈ ഡേറ്റ് സെപ്പറേഷൻ എന്ന് പറഞ്ഞത് അതിനകത്ത് കണ്ടോ, ഈ ഡോട്ട് വേണോ ഇത് വേണോ ഇങ്ങനൊരു മാർക്കിങ് വേണോ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ടൈം ഫോർമാറ്റ് 24 hours ആണ് അതിൽ കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ഇംഗ്ലീഷ് എന്നുള്ളത് ചാനലത് വേറെ കുറേ ചാനൽ കിട്ടും. നമുക്ക് ഇംഗ്ലീഷ് മതി. അടുത്ത നെക്സ്റ്റ് അടിക്കുക. ഇത് നെറ്റ്വർക്ക് ഉണ്ടോ എന്നുള്ള ഗേറ്റ് വേ ടെസ്റ്റിങ്, അത് എറർ. അത് നെറ്റ്വർക്ക് നമ്മൾ കണക്ഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അത് നമ്മൾ സ്കിപ്പ് അടിച്ചു പോയി. ഐഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് ഐഫോണിൻ്റെ ആപ്ലിക്കേഷൻസ് അതുകൊണ്ടോ, ഇത് ഐഫോണിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത് ആൻഡ്രോയിഡിൻ്റെ ആപ്ലിക്കേഷൻസ്, ഇത് സീരിയൽ നമ്പർ, അതാണ് ഇതിൻ്റെ ബാർകോഡ്. ഇപ്പം നമ്മൾ ഇതൊന്നും നോക്കുന്നില്ല, കാര്യം അത് ആപ്ലിക്കേഷനിൽ കണക്ട് ചെയ്യുക. ഇതിൻ്റെ ജസ്റ്റ് സെറ്റിംഗ് ആണ് നമ്മൾ പറയുന്നത്. താങ്ക് യു ഫോർ ചോയ്സിങ് യുവർ പ്രോഡക്റ്റ്സ്. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് എന്ന് പറഞ്ഞാൽ ഒരു
കുറച്ച് ലേറ്റസ്റ്റ് വെർഷൻ ആയതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കത്തില്ല. എൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് ഇത് കാണിക്കും, ഇത് കറക്റ്റായിട്ട് എടുക്കത്തുള്ളൂ. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ എന്തെങ്കിലും ബാക്ക് അടിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്ത് റോങ് ആണെങ്കിൽ ബാക്ക് അടിച്ച് പോകണമെങ്കിൽ ഇതിൽ വരാം. അത്രയും തന്നെ ഉള്ളൂ. ഇതാണ് എൻ്റെ ബേസിക്. പിന്നെ അതാണ് മെയിൻ മെനു. ഇത്രയും തന്നെയുള്ളൂ DVRൻ്റെ സെറ്റപ്പായിട്ട് വരാൻ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ DVRലെ മെയിൻ മെനു എടുക്കുക. മെയിൻ മെനു ഗൈഡ്, റെക്കോർഡിംഗ് മോഡ്, പ്ലേ ബാക്ക്, PTZ കൺട്രോൾ. ഞാൻ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഫുള്ള് ഡീറ്റെയിൽ പറയണില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ DVRൻ്റെ സെറ്റിങ്ങും മറ്റൊരു ബ്രാൻഡിൻ്റെ DVRൻ്റെ സെറ്റിങ്ങായിട്ട് കുറച്ച് ഡിഫറൻറ്റ് കാണും. ഈ PTZ കൺട്രോൾ എല്ലാത്തിനകത്തും ഉള്ളതാണ്. കേട്ടോ, PTZ ക്യാമറ വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു PTZ കൺട്രോൾ ഏത് ക്യാമറ അതിൻ്റെ സ്പീഡ് എങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് നമുക്ക് ഇതിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സൂം ഔട്ട് ഉള്ള അത് PTZ കൺട്രോളിൻ്റെ അത് അങ്ങനെ ഉണ്ടാവും. പിന്നെ റെക്കോർഡിംഗ് മോഡ് ഉണ്ട്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ക്യാമറയിൽ ഇപ്പോൾ ഷെഡ്യൂൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ റെക്കോർഡിംഗ് മോഡിൽ ഷെഡ്യൂൾ വേണം, മാനുവൽ വേണം, സ്റ്റോപ്പ്. അതായത് ഇപ്പോൾ നമുക്ക് ഈ 2 ക്യാമറ ഒഴിച്ച് ബാക്കി കംപ്ലീറ്റ് വേണമെങ്കിൽ റെക്കോർഡിംഗ് മോഡ് ഓഫ് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഓഫ് ചെയ്ത് വയ്ക്കാൻ ഇപ്പം നമ്മൾ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ഇതിനകത്ത് സൗണ്ടിൻ്റെ ഒരു മാർക്കിങ് കാണിക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ ഈ മോഡിലേക്ക് ഡേറ്റിന് താഴെ ഇത് മൈക്ക് ഇല്ല എന്നുള്ളതും ഇത് അതിൻ്റെ സിമ്പിൾ അത് റെക്കോർഡിങ് ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. റെക്കോർഡിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് ആവശ്യമില്ലാത്ത ക്യാമറയുടെ റെക്കോർഡിങ് ഓഫ് ആക്കാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ PTZ കൺട്രോൾ, റെക്കോർഡിംഗ് മോഡ്, പ്ലേ ബാക്ക്. ഈ പ്ലേ ബാക്കാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പ്ലേ ബാക്ക് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇട്ടിട്ടില്ല. ഹാർഡ് ഡിസ്ക് ഇല്ലാത്തതുകൊണ്ട് പ്ലേ ബാക്ക് വരില്ല. അതുകൊണ്ട് ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ്, ബാക്കപ്പ് ഡിവൈസ്, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ ഒരെണ്ണത്തിനകത്ത് ഹാർഡ് ഡിസ്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അലാം ഔട്ട്പുട്ട് അത് മാനുവലാക്കണം. ഷെഡ്യൂള്, സ്റ്റോപ്പ്, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കാം. കളർ സെറ്റിംഗ് ഉണ്ട്. ഇതുണ്ട്. കളർ സെറ്റിങ്ങിൽ ഒരേ ക്യാമറയൊക്കെ സെലക്ട് ചെയ്തിട്ട് കളർ സെറ്റ് ചെയ്യാം. ഇത് വെച്ചിട്ട് ഞാനെല്ലാം പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഒരു സമയത്ത് ഒരു വർക്കിന് വരുമ്പോഴത്തേന് ആകെ ഒരു കൺഫ്യൂഷൻസ് വന്നാൽ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമാണ് DVR ഇരിക്കുന്നത്. ഔട്ട്പുട്ട് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് താണ്ട അങ്ങനെ കുറേ ഔട്ട്പുട്ടിൽ കാണുന്നതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അതും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വ്യൂസ് സിംഗിൾ ക്യാമറ ആയിട്ടാണെങ്കിൽ സിംഗിൾ ക്യാമറ കാണാം. ഇത് കണ്ടോ, സിംഗിൾ ക്യാമറ വ്യൂസ്. ഈ സിംഗിൾ ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ 8 ക്യാമറയിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്താൽ ഇതാണ് ഏതുപോലെ സിംഗിളായിട്ട് തന്നെ വരും. ഇപ്പോൾ രണ്ടാമത്തെ ക്യാമറ വന്നു. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഈ വ്യൂസ് വരുമ്പോഴത്തേനും 4 എന്ന് പറഞ്ഞാൽ ഇതാണ്ട് 4 എന്ന് പറഞ്ഞാൽ ഒരു 1 തൊട്ട് 4 വരെയുള്ള ചാനൽ ഒറ്റ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതെന്ന്. അടുത്ത് പറഞ്ഞാൽ നമുക്ക് 1 തൊട്ട് 4 വരെ നമ്മളിപ്പോൾ മറ്റുള്ളതൊന്നും കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ 5 തൊട്ട് 8 വരെ ആണെങ്കിൽ അങ്ങനെ. പിന്നെ ഇതാണ്ട് ഈ ഒരു വ്യൂ ഉണ്ടോ, 8 ക്യാമറയുടെ ഓപ്ഷൻസ് ഒരുമിച്ച്. അതിലും അപ്പോഴും ഒരു സ്ക്രീൻ വലുതായിരിക്കും. അതിന് ഏതെങ്കിലും മറ്റേ ക്യാമറ വേണമെങ്കിൽ അത് അടുത്ത് പിടിച്ചിടാൻ പറ്റും. ക്യാമറ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിടാനൊക്കെ പറ്റും. അപ്പോൾ അത് വന്ന് നമുക്ക് ഇഷ്ടമുള്ള ക്യാമറയുടെ ആ വലിയ ബിഗ് സ്ക്രീൻ ആക്കാൻ പറ്റും. ഇത് നമ്മൾ നോർമലി നേരത്തെ കണ്ടുകൊണ്ടിരുന്ന 9 വ്യൂസിൽ ആണെങ്കിൽ അങ്ങനെ. ഇതുണ്ട്. ഇതിൻ്റെ അകത്ത് സെറ്റിങ് കുറച്ച് ഈ ഡു നോട്ട് ഡിസ്പ്ലേ ദിസ് വിസാഡ് അഗൈൻ എന്ന് പറഞ്ഞ് അത് മാർക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ വിടുന്നില്ല. നമ്മൾ മാർക്ക് ചെയ്ത് വിടുമ്പോൾ പിന്നീട് ഒരു സമയത്ത് കറണ്ട് പോയി വരുമ്പോഴും അങ്ങനെ ഇത് വീണ്ടും ആ ഡിസ്പ്ലേ വരില്ല ആണ്. പിന്നെ ഈ മെയിൻ മെനുവിനകത്ത് സെറ്റിങ്, ലോഗൗട്ട്, ഇൻഫോം, അലാം, റെക്കോർഡിങ്, അഡ്വാൻസ് സെറ്റിങ് അങ്ങനെ കുറേ ഇതുണ്ട്.
കുറച്ച് ലെങ്തി ആയിപ്പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിൽ ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യാതെ അത് പാർട്ടാക്കിയത് കാണുന്നുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോഴേ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ പാർട്ട് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത തുടർ ക്ലാസ് ഇതേ പാർട്ടിൻ്റെ തുടർച്ചയായിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോഴേ ഇത് കൂടാതെ തന്നെ നമ്മൾ CCTV കൂടാതെ തന്നെ മറ്റുള്ള ക്ലാസ്സുകൾ ഇതിൻ്റെ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്.